നോക്ക് മേഘ, ഇന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 തവണകളിൽ ഊരിപ്പോകുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല രാഹുലിന് ഈ ഒരു മൂന്നാം പരാതിയിൽ നിന്നും രക്ഷപ്പെട്ടു പോരാനുള്ളത്. അതിനുള്ള കുടുങ്ങാനുള്ള എല്ലാ വഴികളും രാഹുൽ തന്നെ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുലിനെ പരിചയപ്പെട്ട അന്ന് മുതൽ, എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള ദിവസം മുതൽ ഈ കഴിഞ്ഞ ദിവസം, അതായത് രാഹുലിനെതിരെ 2 പരാതികൾ വന്നതിന് ശേഷം രാഹുൽ എങ്ങനെയാണ് ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരിയായിട്ടുള്ള അതിജീവിതയോട് പെരുമാറിയത് അല്ലെങ്കിൽ സംസാരിച്ചത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു FIR ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് അവർ കൃത്യമായി പറയുന്നുണ്ട്, ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അവർ ഓർത്തിരുന്നത് പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് വായിക്കുന്നോ അല്ലെങ്കിൽ അത് കാണുന്നോ അല്ലെങ്കിൽ അത് പരിശോധിക്കുന്ന കോടതിക്ക് മനസ്സിലാവും രാഹുൽ എത്രത്തോളം വൈകൃതമായ ഒരു മനസ്സിനുടമയായിരുന്നു എന്നുള്ളത്. ലൈംഗികത അല്ലെങ്കിൽ പ്രണയിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നത്, ഇതൊക്കെ ന്യായമുള്ള കാര്യമാണെങ്കിലും പക്ഷേ ഇത്രയും ക്രൂരമായ ഒരു ബലാത്സംഗത്തിന് ഒരു പെൺകുട്ടിയെ ഇരയാക്കുക, അതിനുശേഷം അതിനെ മാനസികമായി പീഡിപ്പിക്കുക, അവസ്ഥ പോലും മനസ്സിലാക്കാതെ, എന്നിട്ടും ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമില്ലാതെ നീ എന്ത് ചെയ്യും, നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ഒരു മനസ്സിന്റെ കട്ടി, അല്ലെങ്കിൽ നമ്മൾ നേരത്തേക്ക് പറയുന്നത് പോലെ ആ ഒരു ചർമ്മഫലം നമുക്കൊരിക്കലും മറ്റാർക്കും, മനുഷ്യരായ സാധാരണ മനുഷ്യർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. രാഹുൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം മിക്കവാറും വരാൻ സാധ്യതയുള്ളത് രാഹുൽ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ട്രോമ അനുഭവിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്നുള്ള കഥകൾ ചിലപ്പോൾ പുറത്തു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതെ, ഇപ്പോൾ രാഹുൽ ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പലരും പല ആക്ഷേപങ്ങളും പറയുന്നുണ്ട്. ആ പെൺകുട്ടി വിവാഹിതയായിരുന്നില്ലേ? അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പബ്ലിക് ഫെയിമാണ്, ഇപ്പോൾ ഒരു പബ്ലിക് ഫിഗറാണ്. അദ്ദേഹത്തിന് മറ്റ് പെൺകുട്ടികളുമായി ബന്ധമുണ്ടാകാം, മറ്റ് പെൺകുട്ടികളോടും ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അവരോടും ഇതുപോലെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ വിവാഹിതയായ ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടം എന്ന MLA വിവാഹം കഴിക്കുമെന്ന് എങ്ങനെയാണ് ആ കുട്ടി വിശ്വസിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ആ FIRന്റെ അവസാനം അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ഫെനി നൈനാനോട് നമ്മൾ കഴിഞ്ഞ ദിവസം തമാശയ്ക്കാണ് ഫെനി നൈനാന്റെ കാര്യം പറഞ്ഞത്, പക്ഷെ ഫെനി നൈനാന് ഇതില് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. കാരണം ഈ പെൺകുട്ടി ഇയാളുമായിട്ടുള്ള ബന്ധത്തെ പറ്റി, അതുപോലെ ആ ദിവസം ആ ഹോട്ടലിൽ ഉണ്ടായ സംഭവത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഫെനി ഭയങ്കര സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. രാഹുലിന് മറ്റൊരു പെൺകുട്ടിയുമായിട്ടും ബന്ധമില്ല. ഈ കുട്ടി എടുത്തു ചോദിക്കുന്നുണ്ട്, രാഹുലിന് വേറെ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നീ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അതെ, ഒരുപാട് ഫാൻസ് ഉണ്ട്, പക്ഷെ വേറെ ഗേൾസുമായിട്ട് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതേ ഫെനിയാണ് അബോർഷൻ ബില്ല് മറ്റേ കുട്ടിക്ക് കൊണ്ട് കൊടുത്തതെന്ന് മറ്റൊരു പെൺകുട്ടിയെ റൂമിലേക്ക് എത്തിച്ചു കൊടുത്തതും. അപ്പോ ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, രാഹുലിന് പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെനിയും കൂട്ടുനിന്നു എന്നുള്ളതാണ്. 5000 രൂപ ചൂരൽമല ദുരന്ത ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല, പക്ഷെ വാങ്ങിയിട്ടുണ്ട്. പണമിടപാട് ഫെനി വഴി നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയോട് ഇപ്പോൾ ഒരു സുഹൃത്ത് പറയുകയാണ്, അവന് വേറെ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി അത് വിശ്വസിച്ചു പോവുകയാണ്. ഇതിനെയാണ് ഈ നാട്ടുകാർ ചോദ്യം ചെയ്യുന്നത്, നിനക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത്. കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നതിനെ വളരെയധികം മോശമായി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പ്രണയിക്കാൻ പോയത് എന്തിനാണ്, അല്ലെങ്കിൽ ഭർത്താവിനെ പറ്റിച്ച് പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി കൃത്യമായി പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതൊരു സൗഹൃദം എന്നുള്ള നിലയിൽ രാഹുലിനോട് ഷെയർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നീട് രാഹുൽ അത് ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു വിഷയം എടുത്തുകൊണ്ട് ഉപയോഗിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രാഹുൽ പറയുന്നത് അവർ വിവാഹിതയാണ് എന്നുള്ള കാര്യം എനിക്ക് ആദ്യഘട്ടത്തിൽ അറിയില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ ആ കുട്ടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വിവാഹിതയാണ് എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ ആ കുട്ടി വീട്ടിലെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്, ഭർത്താവുമായിട്ട് വിഷയമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതെന്ന് രാഹുൽ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി വിമുഖതയോടെ ആദ്യമൊക്കെ പറയാൻ മടിച്ചെങ്കിലും പിന്നീടാണ് പറയുന്നത് ഭർത്താവുമായിട്ട് നല്ല ബന്ധത്തിലല്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അതിനുശേഷമാണ് നിരന്തരം ആ പെൺകുട്ടിയോട് നീ ഇറങ്ങി വരൂ, നീ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരൂ, എത്ര നാൾ നീ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കും, ഒരുമിച്ച് ജീവിക്കാം, നമുക്ക് പ്രണയിക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള അഷ്വറൻസും റീഅഷ്വറൻസും കൊടുത്തിട്ടാണ് രാഹുൽ ആ പെൺകുട്ടിയെ വഞ്ചിച്ചത്. നമ്മൾ എപ്പോഴും സമൂഹം കാണാതെ പോകുന്ന ഫാക്ടർ ഇതാണ്. എന്തുകൊണ്ട് ആ പെൺകുട്ടി പോയി എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, വിവാഹിതയായ പെൺകുട്ടി എന്തുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയിന്ന്. നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അഡൾട്ടറി ക്രൈം അല്ല. മറ്റ് പുരുഷന്മാർക്ക് ബന്ധങ്ങൾ ഉണ്ടായാൽ അത് വിഷയമല്ല, സ്ത്രീകൾക്ക് ഉണ്ടായാലാണ് അത് വിഷയമാകുന്നത്. അത് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ മറ്റ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഒരു ക്രൈം അല്ല, ഇപ്പോഴും അല്ല.
അപ്പോൾ ഇവിടെ ഇപ്പോൾ മേഘ ചോദിച്ചിരുന്നല്ലോ, രാഹുലിന് അറിയില്ലായിരുന്നു ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ളത്. ഇതാണ് രാഹുൽ ജാമ്യാപേക്ഷയിൽ വെച്ചിട്ടുള്ള ഒരു ക്ലോസ് എന്ന് പറയുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത എല്ലാ പെൺകുട്ടികളോടും പ്രണയത്തിലാകാമെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും അവരെയൊക്കെ ഗർഭിണിയാക്കാമെന്നും കുട്ടികൾ ഉണ്ടാക്കാമെന്നും രാഹുൽ ഏത് നിയമത്തിലാണ് പഠിച്ചത് എന്നുള്ളത് സംശയമാണ്. ഇതിന് മുൻപുള്ള പരാതികളിലും ഇതേ സമാനമായ രീതിയിൽ രാഹുൽ പറഞ്ഞിരുന്നു, പെൺകുട്ടി മാരീഡ് ആണെന്ന് അറിയില്ലായിരുന്നു, അറിയാതെയാണ് പ്രണയത്തിലായത്. ഒരു തവണയാണെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാം, ഇനി 2 തവണയാണെങ്കിൽ കുറ്റം എന്ന് പറയാം. പക്ഷെ 3, 4, 5 തവണയാകുമ്പോൾ നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കും എന്നുള്ളത് സംശയം തന്നെയാണ്. പിന്നെ ഹർഷ, മറ്റൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടിയെ റൂമിലേക്ക് എത്തിച്ചത് ഒരു സ്ഥലത്ത് ആ പെൺകുട്ടിയോട് വരാൻ ആവശ്യപ്പെടുന്നു. അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ലേറ്റ് ആകുന്നു. ഞാൻ ലേറ്റ് ആകും, അടുത്തിൻ്റെ ഒരു ഹോട്ടലുണ്ട്, നീ പോയി റൂം എടുത്ത് അവിടെ വെയിറ്റ് ചെയ്യ്. അതെന്തിനാ അവിടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നമുക്കൊരു കഫേലോ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിച്ചാൽ മതിയാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്, നമ്മൾ പുറത്തൊക്കെ പോയിരുന്ന ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യും, പിന്നെ ആൾക്കാർ വന്ന് എന്നോട് സെൽഫി എടുക്കാനൊക്കെ ആവശ്യപ്പെടും, നമുക്ക് പ്രൈവസി ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ തന്നെ ചതി ഉറപ്പായി. ID കാർഡ് ചോദിക്കുമ്പോൾ അവിടെ ID കാർഡ് കൊടുക്കുന്നില്ല, നീ എന്തോ മണ്ടിയാണോ എന്നാ ചോദിക്കുന്നത്. രാഹുലിന്റെ നുണകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ പ്രണയിച്ച് നിൽക്കുന്ന, അതെ, പ്രണയത്തിൽ അത്രത്തോളം രാഹുലിനോടുള്ള സ്നേഹം കൊണ്ട്, രാഹുലിനോടുള്ള പ്രണയം കൊണ്ട് കണ്ണു കാണാതെ പോയൊരവസ്ഥ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൽ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ വേറെ കാര്യങ്ങൾ ചെയ്യാൻ സമയം ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, കാനഡയിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആകുക. ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ അതുണ്ട്, 24/7 എനിക്ക് അവൈലബിൾ ആയ ഒരു പേഴ്സൺ. അപ്പോൾ അവിടെ സംശയത്തിന്റെ ഒരു അംശം പോലും ബാക്കി നിൽക്കുന്നില്ലല്ലോ. എപ്പോ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരുന്ന, ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അവൈലബിൾ ആകുന്ന ഒരു സമയം. ആ ഒരു ആദ്യത്തെ ഈ പറയുന്ന ബലാത്സംഗം നടന്നു എന്ന് പറയുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ സംഭവം ഉണ്ടായിരുന്നു, എപ്പോഴും അവൈലബിൾ ആയിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ വിവാഹിതയാണ്, നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോൾ മുതലാണ് ഈ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് ഈ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഈ ബന്ധങ്ങളിലായിരിക്കാം താല്പര്യം. അതുകൊണ്ട് പക്ഷെ കുട്ടികൾ ഉണ്ടാവണം, അത് എവിടത്തെ ന്യായമാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കമ്മിറ്റ്മെന്റ് വരാൻ പാടില്ല, എത്ര പേരോട് വേണമെങ്കിലും റിലേഷൻഷിപ്പിലാകും, എത്ര പേരോട് വേണമെങ്കിലും സെക്സിൽ ഏർപ്പെടാം, പക്ഷെ കുട്ടികൾ ഉണ്ടാകുകയും ചെയ്യണം. പക്ഷെ അതൊരിക്കലും ലൈഫിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. പിന്നെ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇദ്ദേഹം എന്നല്ല, ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഇപ്പോഴും ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു മുഖത്തുള്ള ചിരി ഇപ്പോഴും മാറുന്നില്ല. ഞാൻ ഇതിൽ നിന്നും ഊരിപ്പോരും എന്നുള്ള ഒരു അദ്ദേഹം തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെല്ലാവരും തന്നെയും അദ്ദേഹത്തെ രക്ഷിക്കും, അല്ലെങ്കിൽ ഇപ്പോ ഫെനിനയുടെ കാര്യം പറഞ്ഞതുപോലെ അത്രത്തോളം ചങ്ക് എന്ത് ചെയ്താലും, എന്ത് തെണ്ടിത്തരം കാണിച്ചാലും കൂടെ നിൽക്കുന്ന കുറെ സുഹൃത്തുക്കൾ ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ആരും തന്നെയും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് എത്ര സൗഹൃദമുള്ളവരാണെങ്കിലും മുന്നോട്ട് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയൊരു അവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല.